ഹലോ, എന്റെ പേര് സ്നേഹ. നിങ്ങൾക്ക് എന്റെ പരിചയം ഉണ്ടാവില്ല. ഞാനിപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളാണ്. ഇവിടെ അഫാസ് വെൽനസിൽ കോഴിക്കോട് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതല്ലാതെ നമ്മുടെ PG ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഇൻചാർജ് കൂടിയാണ് കേട്ടോ. ഞാൻ റീസെന്റ് ഇങ്ങനെ PG-ക്കാർക്ക് റിവിഷൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഡിഗ്രി നിങ്ങളാണ് എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അതിന്റെ ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ PG-യിൽ എടുത്തോണ്ടിരുന്നത് കൗൺസിലിംഗ് പേപ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് കവർ ചെയ്യാന്ന് വിചാരിക്കുന്നത് യൂണിറ്റ് 11-ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്ക്രൈബ് ദ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസും, മൂന്നാമത്തത് സബ്സ്റ്റൻസ് യൂസും അതിന് കൊടുക്കേണ്ട തെറപ്പീസ് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇതില് ഡിസ്ക്രൈബ് ദ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ് എന്ന് പറയുന്നത് 10 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് അറിയാം, നമ്മളിപ്പോ ഇതിന് മുന്നേ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ 10 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിന് ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് എഴുതുന്ന ഒരു രീതിയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്ന് പറയുമ്പം ഫസ്റ്റ് ഇപ്പം എന്താണ് സൈക്കോളജി, സൈക്കോളജിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് എഴുതാം. ഇനിയിപ്പം സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കോമയോ ഒരു കുത്തോ ഒന്നും മാറിപ്പോരുത്. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എഴുതണം. കാരണം വേറൊരാള് എഴുതി അല്ലെങ്കിൽ വേറൊരാൾ തന്നിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ അതേപോലെ എഴുതാം. സോ മാക്സിമം നിങ്ങൾ ആളുടെ പേരും ഇയർ വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ ഇയറും വെച്ച് എഴുതാം കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് നമ്മളിവിടെ ചോദിച്ചത് എന്താണ് കൗൺസിലിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ കൗൺസിലിംഗ് എന്താണ് എന്ന് എഴുതാം. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ തന്നെ വേണമെന്നില്ല, കൗൺസിലിംഗ് എന്താണ് എന്ന് എഴുതാം. പിന്നെ എഡോളസൻസ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പം ഈ എഡോളസൻസ് എന്ന് പറയുമ്പോൾ ഏതാ ഏജ് ഗ്രൂപ്പ് വരുന്നത്? നമ്മളിവിടെ നോക്കുന്ന WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു രീതി പ്രകാരം 10 to 19 ഇയേഴ്സ് ഏജിലുള്ള പിള്ളേരെയാണ് നമ്മൾ എഡോളസൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത് ചോദിക്കും, ഇപ്പം എഡോളസന്റ് ഗ്രൂപ്പിലാണ് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈവൊക്കെ വരുന്ന ആൾക്കാരും ചോദിക്കും. അല്ലാതെ നമ്മൾ ആ ഡിസർട്ടേഷൻ പേപ്പറിൽ മെൻഷൻ ചെയ്യണം ഏത് ആൾക്കാരെ പ്രകാരം അല്ലെങ്കിൽ ഏത് ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇപ്പൊ ഇതിൽ കൊടുത്താണ് 10 to 19 ഇയേഴ്സ് ആണെങ്കിൽ അത് എഡോളസൻസ് ആണ് പറയുന്നത് എന്നുള്ളത്. സോ നമ്മളിവിടെ കൊടുക്കുന്നത് WHO-യുടെ 10 to 19 ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എഡോളസൻസ് എന്ന് പറയുന്നത്. 10 to 24 ആണെങ്കിൽ അവർ യങ് പീപ്പിൾ ആയിരുന്നു. 15 to 24 ആണെങ്കിൽ അത് യൂത്ത് ഏജ് ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ യങ് അഡോളസൻസ് എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും അവർക്ക് ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുക? നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഒരുപാടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഈ ഒരു ഏജിലാണ്, ഒരു 10 to 19 വയസ്സിന്റെ ഉള്ളിലാണ് മേജർ ആയിട്ടുള്ള ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡെവലപ്മെന്റ് നമ്മളെ ബ്രെയിൻ ഗ്രോത്ത് അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ഹയർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതായത് തിങ്കിങ് ഭയങ്കരമായിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ എന്ത് കരിയേഴ്സ് ചൂസ് ചെയ്യുക, ഇതൊക്കെ ഈ ഏജിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റി അടങ്ങുന്ന ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ 10 to 19 എന്ന് പറയുന്നത്. അത് ഓരോ ഏരിയത്തിൽ അല്ലെങ്കിൽ ഓരോ കൺട്രീസിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം ഓരോ ആൾക്കാരുടെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഞാൻ വരുന്ന ഒരു സ്ഥലത്ത് നിന്നായിരിക്കില്ല വേറൊരാൾ വരുന്നത്. അപ്പം അത് ഈ അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത് എന്റെ വീട്, എന്റെ കുടുംബക്കാര്, ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവാം. സോ ഈ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? കോഗ്നിറ്റീവ്, ഇമോഷണൽ, സൈക്കോ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഡൊമൈൻ. നമ്മൾ ഇപ്പം ബോയ്സിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം പെട്ടെന്ന് അവരുടെ വോയിസിൽ ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ മെൻസ്ട്രേഷൻ അറ്റൈൻ ചെയ്തു. കോഗ്നിറ്റീവ്, നമ്മളെ തിങ്കിങ് കപ്പാസിറ്റി കൂടുന്നു. നമ്മൾ ഓരോ ക്ലാസ്സിലുള്ള ഇപ്പൊ മാത്സ് അല്ലെങ്കിൽ സയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇപ്പം 1ാം ക്ലാസ് പഠിച്ച ഒരു രീതിയിലല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിന്റെ ഒക്കെ ഒരു ടഫ്നെസ് ലെവൽ കൂടി വരാണ്. കാരണം നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയും കൂടി വരാണ്. ഇമോഷണലി പണ്ട് നോക്കി കാണുന്ന രീതിയിലല്ല ആയിരിക്കില്ല നമ്മൾ ഇപ്പൊ ഒരു കാര്യത്തിനെ നോക്കി കാണുന്നത്. ഇമോഷൻസ് മാറാം. ഈ അഡോളസന്റ് ഏജ് എന്നൊക്കെ പറയുമ്പോൾ ഇമോഷൻസ് ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന ഒരു ഏജ് ടൈം ആയിരിക്കും അല്ലെ. ഹൈറ്റിൽ വ്യത്യാസം വരാം, മാസ്, നമ്മുടെ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, വോയിസ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഡോളസന്റ് ഏജ് ഗ്രൂപ്പില്. സോ ഇവിടെ വരുന്ന മേജർ ആയിട്ടുള്ള ഒരു
കാര്യം എന്താന്ന് വെച്ചാൽ ഈ കോഗ്നിറ്റീവ് ചേഞ്ചസ്, നമ്മളെ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് റീസണിങ്, ഞാൻ പറഞ്ഞ ഒരു സാധനത്തിന് മാത്സിലൊക്കെ നമുക്ക് റീസണിങ്, ഇപ്പൊ കേരള സ്റ്റേറ്റ് സിലബസിലൊക്കെ റീസണിങ് എന്നുള്ള കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് കൂടി വരാം. കാരണം ഓരോ ഏജ് ഗ്രൂപ്പിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റീസൺ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ലോജിക്കലി ആൻസർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് വിഷ്വോ സ്പേഷ്യൽ ഓറിയന്റേഷൻ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഏരിയ, ഇതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇന്ന ഭാഗത്ത് ഇന്നതാണ്. അതായത് നമ്മളിപ്പം പറയാറുണ്ട്, ഉറക്കത്തിന് സ്ലീപ്പ് വാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയും കറക്റ്റ് ആയിട്ട് അവര് വീടിന്റെ ഡോറിന്റെ മുന്നിലെത്തി ഡോർ അൺലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയാ? ബിക്കോസ് അവരുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്, എന്റെ റൂം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷ്വൽ സ്പേഷ്യൽ കപ്പാസിറ്റി കൂടും. നമുക്ക് ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയി വണ്ടി ഓടിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ഏരിയ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം, ഇതൊക്കെ നമ്മുടെ വിഷ്വൽ സ്പേഷ്യൽ ഓറിയന്റേഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, നമ്മൾ പണ്ട് പാരന്റ്സിനൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തീരുമാനം എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ മെയിൻ ആയിട്ട് ചേഞ്ചസ് ഉണ്ടാകുന്നത് ഈ അഡോളസന്റ് പീരീഡിലാണ്. പിന്നെ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ഒന്ന്, അവരുടെ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്, നമ്മളെ പാരന്റ്സ് ഒക്കെ പറയും നീ ചെറുതല്ലേ, ചില ആരെയും ചോദിക്കുമ്പോൾ പറയും നീ ചെറുതല്ലേ, ചില ആരും ചോദിക്കുമ്പോൾ പറയും ഇത്രയും വലുതായിട്ട് നിനക്ക് ഇതിലൊന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളത്. സോ ആ ഒരു ഓട്ടോണമി വേഴ്സസ് ആ സാധനങ്ങളൊക്കെ വരുന്ന ഏജ് ആണ്. സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് മാത്രമല്ല, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നെയ്ബേഴ്സ് ആയിട്ട് ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങണം. സോ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ? ഓട്ടോണമി, ഐഡന്റിറ്റി ഫോർമേഷൻ, ഫ്യൂച്ചർ, ഭാവിയൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു അഡോളസന്റ് ഏജിലാണ്. സോ ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് മെയിൻ ആയിട്ട് പറയുന്നത് എഫക്റ്റീവ് ബിഹേവിയർ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഓഫ് ചൈൽഡ് ഓർ അഡോളസൻസ്. ഇപ്പൊ നമ്മൾ എടുത്തൊരു തെറപ്പിസ്റ്റ് ആയിട്ടോ കൗൺസിലർ ആയിട്ടോ ഇരിക്കുമ്പോൾ ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ അവർ മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറൽ ഇഷ്യൂസ് മോശമാണ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഈ ബിഹേവിയറൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡേഴ്സ്, ഓപ്പോസിറ്റ് ഡെഫിയൻ ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഈ ഒരു ഏജിലാണ്. അതായത് ബിഹേവ് ചെയ്യുന്നത് മാലഡാപ്റ്റീവ് ആയിട്ടുള്ള രീതിക്കായിരിക്കും. ഒരു ആ സിറ്റുവേഷനോ ആ സ്ഥലത്തിനോ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ആയിരിക്കില്ല കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്. ബിഹേവിയറൽ പ്രോബ്ലംസും ഇമോഷണൽ പ്രോബ്ലംസും കൊണ്ടാണ് നല്ല രീതിയിൽ നമുക്ക് ക്ലയൻസ് ഈ അഡോളസന്റ് ഏജിൽ വരുന്നത്. അതല്ലാതെ ഞാൻ പറഞ്ഞു ഏതൊക്കെയാന്ന് വെച്ചാൽ കണ്ടക്ട് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ഓട്ടിസം, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഫോബിയ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ബിഹേവിയറൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡെവലപ്മെന്റൽ ഡിസോർഡർ. പേരിൽ തന്നെ ഉണ്ട് ഡെവലപ്മെന്റൽ. നമ്മൾ ഓരോ ഏജിൽ അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്ര ഏജ് ആവുമ്പോൾ, ഇത്ര മാസമാകുന്ന സമയത്ത് കമിഴ്ന്ന് കിടക്കണം, തല നേരെ ആയിരിക്കണം, കൈ ഉറയ്ക്കണം, കാലുറയ്ക്കണം, കുട്ടി ആദ്യത്തെ 2 വാക്ക് അല്ലെങ്കിൽ ഒരു വാക്ക് ഏത് വയസ്സിലാണ് പറയുന്നത്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്യുന്നത് എന്തിനാ? കാരണം ഓരോ ഏജിൽ അറ്റൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഓരോ ഗ്രോത്ത് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് റിട്ടാർഡഡ് ഫിസിക്കൽ, ഹൈറ്റ് വെക്കാതെ പോവുക, അല്ലെങ്കിൽ ഈ സെറിബ്രൽ പാൾസി, ഓട്ടിസം, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. തിങ്കിങ് കപ്പാസിറ്റിയില്. ഓക്കെ, അതൊക്കെയാണ് ഈ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്. സോഷ്യൽ, നമ്മളെ ഓട്ടിസം, അതായത് ഒരാളായിട്ട് സോഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ചുമ്മാ നമ്മളുടെ ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടുക, അത് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ഡിസോർഡർ. അതൊക്കെ ചെറുതാകുമ്പോഴേ ഒരു ഏജിൽ നമ്മൾ അറ്റൈൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. സോ അത് അറ്റൈൻ ചെയ്തിട്ടില്ലാണെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് വരാം. They may hamper activities of daily living and normal functioning of the child. Some commonly developmental disorders are intellectual disability, learning disorders, cerebral palsy and Down syndrome. ലേണിംഗ് ഡിസോർഡേഴ്സ് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയാം. അതായത് പൊതുവെ ഇപ്പൊ LD ഉള്ള ഒരാളെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മേ ബി അവരുടെ IQ എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ബിലോ ആവറേജിന്റെ കുറച്ച് മുകളിലായിരിക്കും അവരുടെ IQ എന്ന് പറയുന്നത്. സോ അവര് നോർമൽ റേഞ്ചിൽ വരികയും ചെയ്യും. പക്ഷെ അവർക്ക് ഇപ്പത്തെ ഒരു പിള്ളേരുടെ അല്ലെങ്കിൽ IQ ഉള്ള ആ ഒരു ഏജ് ഗ്രൂപ്പായിട്ട് ഒത്തുചേർന്ന് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ പൊതുവെ ഈ ലേണിംഗ് ഡിസോർഡേഴ്സ് ഉള്ള പിള്ളേരെയാണ് നമ്മള് പഠിക്കുന്നില്ല,
എഴുതുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ തീരെ പഠിക്കാത്ത, അതായത് പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ട് മാർക്ക് കിട്ടാത്ത കുട്ടികളെ അല്ല കേട്ടോ പറയുന്നത്. ട്രൈ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അവരെ എഴുത്ത് അല്ലെങ്കിൽ അവരെ പറയുന്ന രീതിയൊക്കെ വെച്ച് നോക്കിയാൽ ഒരുപാട് കാണാം. ഞാനൊക്കെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പിള്ളേർ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ കുറച്ച് പിള്ളേർക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചാൽ അവർക്ക് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പറയും, പക്ഷെ എഴുതുന്ന സമയത്ത് അവർക്ക് തിരിഞ്ഞു പോകും. ഇപ്പൊ ജി ഇങ്ങനെ എഴുതുന്നതിന് പകരം തല തിരിച്ചെഴുതുക, എച്ച് ഇങ്ങോട്ടേക്ക് എഴുതുന്നതിന് പകരം നമ്മളൊരു മിററിൽ നോക്കുമ്പോൾ പോലെ റിവേഴ്സ് ആയിട്ട് അവർക്ക് അങ്ങനെയാ വരുന്നത്, അവർക്ക് മനസ്സിലാവുന്നില്ല. സോ അങ്ങനെയൊക്കെയാണ് ലേണിംഗ് ഡിസോർഡേഴ്സ് വരിക. അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള അഡോളസന്റ് കേസസ് ആണ് കേട്ടോ. സോ ഇതാണ് മേജർലി ഡെവലപ്മെന്റൽ ചേഞ്ചസ് ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അഡോളസന്റ് ഗ്രൂപ്പിൽ വരുന്ന സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സും അതിന് വേണ്ട കൗൺസിലിങ്ങും. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേമാണ് സബ്സ്റ്റൻസ് യൂസ്. എന്താണ് സബ്സ്റ്റൻസ് യൂസ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസും അബ്യൂസും സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസും ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? സബ്സ്റ്റൻസ് യൂസ് എന്ന് വെച്ചാല് ഇപ്പോഴത്തെ പിള്ളേർക്കിടയിൽ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് മേ ബി ഒരുപാട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇത്രയും ചെറിയ കുട്ടി സബ്സ്റ്റൻസ് യൂസ് ചെയ്യാനോ, അതായത് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ കഞ്ചാവ് യൂസ് ചെയ്യാനോ നമ്മൾ നോക്കി. പക്ഷെ പേപ്പറിലൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്ന ന്യൂസ് ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു പേടിപ്പിക്കുന്ന ഒരു ഫാക്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു +1 +2 എല്ലാ ചെറിയ മക്കളിൽ വരെ ഇത് ഒരുപാട് ഒരു 7th 8th പഠിക്കുന്ന കുട്ടികൾ വരെ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കൺസേൺ ആണ് എന്ത്? സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്നത് കുട്ടികളിലും അഡോളസൻസിലും. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ആൽക്കഹോൾ ആവാം, അതായത് ബിയർ, റമ്മ്, വിസ്കി, ഇങ്ങനെ ലിക്വിഡ് ഫോമിലുള്ളതാവാം. അല്ലെങ്കിൽ ടുബാക്കോ എന്ന് പറയുന്നത്. ടുബാക്കോ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? സിഗരറ്റ്, ബീഡി, തേനി, ട്യൂബർ, തുളസി, ഇതൊക്കെയാണ് ടുബാക്കോ എന്ന് പറയുന്നത്. സോ ആൽക്കഹോളും ടുബാക്കോ പറയുന്നത് നമ്മളുടെ സബ്സ്റ്റൻസ് യൂസ് കാറ്റഗറിയിൽ വരും. ആൽക്കഹോൾ കള്ളു കുടിച്ചാൽ മാത്രമേ സബ്സ്റ്റൻസ് യൂസ് ആകൂ, അല്ലെങ്കിൽ കഞ്ചാവ് ബീഡി വലിച്ചാലേ സബ്സ്റ്റൻസ് യൂസ് ആകുന്നില്ല. ഇത് രണ്ടും സബ്സ്റ്റൻസ് യൂസ് കാറ്റഗറിയിൽ വരും. മാത്രമല്ല ഈ ടുബാക്കോ, അതായത് നമ്മൾ ചെറിയത് പറയില്ലേ സിഗരറ്റ്, ബീഡി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചുണ്ടിലൊക്കെ പാൻ എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെയാണ് പൊതുവെ ഒരു ഗേറ്റ്വേ ആയിട്ട് പറയുന്നത്. അതായത് വലിയ വലിയ MDMA അങ്ങനത്തെ ഡ്രഗ്സിലേക്കൊക്കെ ലീഡ്, ഹാഷിഷ് പോലത്തെ ഡ്രഗ്സിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു തുടക്കമായിട്ട് നമ്മൾ ഈ ടൊബാക്കോ യൂസ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ സിനിമ ഉണ്ടല്ലോ തീവണ്ടി, ഈ മൂവിയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാം. അതായത് ഒരു പ്യുവർ പ്രഷർ കാരണമാണ് പൊതുവെ പിള്ളേർ ഇതിലേക്കൊക്കെ എത്തിപ്പെടുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. അതായത് എങ്ങനെയാ, ഓക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട്, അതായത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ, നീ സിഗരറ്റ് വലിക്കില്ല, എങ്കിൽ മോശം എന്നുള്ളൊരു സാധനം വരും. അപ്പൊ കുട്ടിക്ക്, അപ്പൊ ബാക്കിയുള്ള പിള്ളേർ പറയാണ് ഓക്കെ ഇന്ന് എങ്ങനെ കൂട്ടുണ്ടായവൻ ഫുൾ അലമ്പാവൻ മറ്റേ പാൽക്കുപ്പിയാണ്, അതിനൊക്കെ പറയുന്ന നേരം ഓട്ടോമാറ്റിക്കലി ആ മാറ്റി നിർത്തപ്പെടുന്ന കുട്ടിക്ക് ഒരു തോട്ട് വരാണ് ഓക്കെ ഞാൻ ഇതൊക്കെ ചെയ്താലേ ഉള്ളൂ ഈ ഗ്രൂപ്പിലേക്ക് ആഡഡ് ആവാ എന്നുള്ളൊരു സാധനം. സോ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതിലേക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് സിനിമ കണ്ടിട്ട് ഭയങ്കര വയലൻസ് മൂവി കാരണം ഇതിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇവര് പറയുന്നത് ടുബാക്കോ പോലത്തെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഹാർംഫുൾ ഡ്രഗ്സ് ആയിട്ടുള്ള ആൽക്കഹോള്, ഇൻഹേലൻസ് വെച്ചാൽ നമ്മളെങ്ങനെ വലിക്കാന്ന് പറയില്ല, ഇങ്ങനെ പൊടി വലിക്കുക, അങ്ങനത്തെ സാധനങ്ങള്, കാനബീസ്, ഒപ്പിയോട്സ്, അങ്ങനത്തെ ഒരുപാട് മാരകമായിട്ടുള്ള ഡ്രഗ്സിലേക്കൊക്കെ അതിന്റെ തുടക്കം പറയുന്നത് ടുബാക്കോ ആണ്. ആൻഡ് എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മിക്ക അഡോളസൻസിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ടുബാക്കോ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിയർ പ്രഷർ, ഫ്രണ്ട്സിന്റെ ഇടയിലുള്ളത്, മീഡിയ ഇൻഫ്ലുവൻസ്. ഇപ്പൊ നമ്മൾ കാണുന്ന മിക്ക സിനിമകളും എങ്ങനെയാ വരുന്നത്, അതായത് ഒരു മാസ് നടനുണ്ടാവും, ആള് കുടിക്കുന്നു, വലിക്കുന്നു, ആൾക്ക് കുറെ ഫാൻ ബേസ് ഉണ്ടാവും, കുറെ ഗേൾസ് ആരാധകരുണ്ടാവും, അല്ലെങ്കിൽ ബോയ്സ് ആരാധകരുണ്ടാവും. ഇതാണ് അടിപൊളി എന്നുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാരണം ഇതിലേക്ക് എത്തിപ്പെടുന്നുണ്ടാവും. പിന്നെ സോഷ്യൽ ക്ലാസ്, അതായത് ഇപ്പം പൊതുവെ എക്കണോമിക് പരമായിട്ട് പൈസ അല്ലെങ്കിൽ ഭയങ്കര പോവർട്ടി ഉള്ള ആൾക്കാരെ കുട്ടികളൊക്കെ ഇത് കൂടുതൽ എത്തുന്നതെന്നാണ് റിസർച്ച്. അതായത് വീട്ടിലിപ്പോ നോക്കാനും കുട്ടീനെ നയിക്കാനൊന്നും ആൾക്കാരില്ലെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ഡ്രഗ് മാഫിയ വലയിൽ എത്തിപ്പെടുന്നു. സോ എന്താണ് സബ്സ്റ്റൻസ് യൂസ്? സബ്സ്റ്റൻസ് യൂസ് എന്ന് വെച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
ഞാനിപ്പോ ഒരു പാർട്ടിക്ക് പോയിട്ട് ആൽക്കഹോളോ കാര്യങ്ങളോ ജസ്റ്റ് ഒരു മിതമായ അളവിൽ ജസ്റ്റ് ഒരു എൻജോയ്മെന്റ് അടിച്ചു പൊളിക്കാന്നുള്ള ഒരൊറ്റ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാധനം യൂസ് ചെയ്തു. അത് കാരണം എനിക്ക് ശാരീരികമായോ മാനസികമായിട്ടോ ഒരു ബുദ്ധിമുട്ടും വരുന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റൻസ് യൂസ്. അതായത് ഞാൻ ആൽക്കഹോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നു, പക്ഷെ അതിന് ശാരീരികമായോ മാനസികമായോ ഒരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്നു. ഓക്കെ, ഇത് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴാ സോഷ്യൽ സെറ്റിംഗ്സിൽ ഒരു കല്യാണത്തിനോ പാർട്ടിക്കോ ഒക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എടാ ചുമ്മാ നമുക്കൊന്ന് കൂടാവുന്നുള്ള രീതിക്ക് ചുമ്മാ ഒരു എൻജോയ്മെന്റിന് ഒരു ഗ്ലാസ് 2 ഗ്ലാസ് ഒക്കെ കുടിക്കുന്നത്, അതിനെയാണ് സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാ അബ്യൂസ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ഹാംഫുൾ യൂസ് ആവുന്നത് എപ്പോഴാ? അതായത് ഇത് ഒരുപാട് വലിയ എമൗണ്ടിൽ, ഇപ്പൊ ഞാന് ഒറ്റയടിക്ക് ഒരു 2 കുപ്പി വോഡ്ക അടിക്കുകയാണ്, വെള്ളം ചേർക്കാതെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്, അങ്ങനെ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഒരൊറ്റ ഇതിൽ തന്നെ ഒറ്റ സ്ട്രെസ്സിൽ തന്നെ ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ആൽക്കഹോളോ അല്ലെങ്കിൽ ടുബാക്കോ ഒക്കെ കാരണം എന്റെ ബോഡിക്കോ എന്റെ മനസ്സിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഇതിനെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റൻസ് അബ്യൂസ് കാരണം പാരനോയ അല്ലെങ്കിൽ പാരനോയിഡ് സ്കീസോഫ്രീനിയ വരെ ഒക്കെ എത്താട്ടോ. അങ്ങനത്തെ ഉള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലേക്കൊക്കെ അത് പോവാം. സോ സബ്സ്റ്റൻസ് യൂസ് എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്കോ അല്ലെങ്കിൽ മെന്റലിയോ എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് സബ്സ്റ്റൻസ് യൂസ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോൾ അത് ലാർജ് എമൗണ്ടിൽ നമ്മളെ ബോഡിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ. ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പൊതുവെ റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. അതായത് ഡ്രങ്കൺ ഡ്രൈവിങ്, കള്ളുടിച്ചത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചത് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു എന്തോ സാധനം വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടുക, ഭയങ്കര റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ എൻഗേജ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇനി സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്, അതായത് നമ്മളിപ്പം ഭയങ്കര സിനിമയിലും ഈ റീൽസിലൊക്കെ ഭയങ്കര മാസമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഇയാൾക്ക് 1 കുപ്പിയോ 2 കുപ്പിയിലോ ഒന്നും നിൽക്കില്ല, 3 കുപ്പി വരെ പോകും. അതെങ്ങനെ എത്തുന്നത്? അതായത് ഈ സാധനം നമ്മളെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം നമ്മൾ കുറച്ച് എമൗണ്ടിൽ യൂസ് ചെയ്യുന്നു, അപ്പൊ നമ്മളെ ബ്രെയിനിൽ അത് ചെറിയൊരു എന്താ പറയുക ആക്ടിവേഷൻ കൊടുക്കുന്നു. പിന്നെ ആ എമൗണ്ട് പോരാ, ആ എമൗണ്ട് കൂടി വരും. ആദ്യം കുടിച്ച അളവിൽ അല്ലെങ്കിൽ ആദ്യം സിഗരറ്റ് വലിച്ചിരുന്ന അളവിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഞാൻ കൂട്ടി വരുന്നു. അതിനെയാണ് എന്റെ ടോളറൻസ് കൂടുക എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ആദ്യം കുടിച്ച അല്ലെങ്കിൽ ആദ്യം വലിച്ച ഒരു രീതിക്ക് ഇപ്പൊ എന്റെ ബോഡിനെ എഫക്ട് ചെയ്യുന്നില്ല, അത്രയൊന്നും കുടിച്ചിട്ട് എന്റെ ബോഡിക്ക് ഒരു കിക്ക് കിട്ടുന്നില്ല, ഈ സോക്കോൾ കിക്ക് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. സോ എനിക്ക് അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് എപ്പോഴും അത് വേണം. അത് ഞാൻ യൂസ് ചെയ്യാതെ ഇരുന്നാല് ഈ സ്പിരിറ്റ് മൂവി കണ്ടിട്ടുണ്ട്, മോഹൻലാൽ അത് യൂസ് ചെയ്യാതെ നിൽക്കുമ്പോ കൈ വിറയ്ക്കുന്നു, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും, വൊമിറ്റ് ചെയ്യാ, തലവേദന വരാ, ഉറക്കമില്ലായ്ക വരാ, ബോഡി മൊത്തം ശിവറ വിറയ്ക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അടുത്തതാണ് റിസ്കി ബിഹേവിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സബ്സ്റ്റൻസ് യൂസ്. നമ്മൾ പറഞ്ഞു ഈ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ടോളറൻസ്, 1 കുപ്പിയോ 2 കുപ്പിയോ ഒന്നും നമ്മളെ ഏശാതെ നമ്മളെ ഡെയിലി ലൈഫിനൊക്കെ എഫക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നമ്മൾ കുറച്ച് റിസ്കി ബിഹേവിയേഴ്സിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന്. ഒന്ന്, പീപ്പിൾ കൺസ്യൂമിങ് സബ്സ്റ്റൻസസ് ലൈക്ക് ആൽക്കഹോൾ ജനറലി ഇൻഡൾജ് ദെംസെൽവ്സ് ഇൻ സം റിസ്കി ബിഹേവിയേഴ്സ് സച്ച് ആസ് റാഷ് ഡ്രൈവിംഗ്. സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ എങ്ങനെയൊക്കെയോ വണ്ടി ആൾക്കാരെ തട്ടുന്നു മുട്ടുന്നു എന്നുള്ള രീതിയിൽ വണ്ടി ഓടിക്കുക. ഇൻഡൾജ്ഡ് ഇൻ ടു ബ്രോൾസ്, കച്ചറയില് ഒന്നെങ്കിൽ ഒരാളെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ ഫിസിക്കൽ ഫൈറ്റില് അടിക്കുക, കുത്തുക, ഇങ്ങനത്തെ ഫൈറ്റില് എൻഗേജ് ആവുക, അല്ലെങ്കിൽ തെഫ്റ്റ്, മോഷ്ടിക്കുക, അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെടുക. ഇതൊക്കെ ഈ നമ്മളുടെ സബ്സ്റ്റൻസ് യൂസ് കാരണമുള്ള റിസ്കി ബിഹേവിയേഴ്സ് ആയിട്ട് പറയപ്പെടുന്നുണ്ട്. അടുത്തത്, the exact reason is not known about why some children and adolescents are more likely to develop dependency. അതായത് നമ്മളെടുത്തപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ അഡോളസൻസിലേക്ക് കൊണ്ട് ഈ സബ്സ്റ്റൻസ് യൂസിലായിട്ടുള്ള അഡോളസൻസിനെ കൊണ്ടുവരുമ്പോൾ പാരന്റ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും, അതായത് എന്റെ കുട്ടി മാത്രം എന്തെങ്ങനെ ചെയ്യുന്നത്, ഈ കുട്ടിയുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് എല്ലായ്പ്പോഴും അതിനൊരു കറക്റ്റ് റീസൺ ഇല്ല പറയാൻ, എന്തുകൊണ്ട് ആളിതില് വന്നു. അതിന് നമ്മളെ ബയോ
സൈക്കോ സോഷ്യൽ മോഡൽ പറയുകയാണെങ്കിൽ ഒരു ബയോളജിക്കൽ റീസൺസ് കാരണം ഉണ്ടാവാന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിരുന്നു, ആ ഒരു ടോളറൻസ് ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഉണ്ടായേക്കാം, ജെനറ്റിക്സ് വഴി എനിക്ക് വന്നേക്കാം, അല്ലെങ്കിൽ എന്റെ സോഷ്യൽ സെറ്റിംഗ് അങ്ങനെയാണ്, എന്റെ ചുറ്റുള്ളവർ ഇതിൽ ഇതാകുന്നു, അപ്പൊ ആ പിയർ പ്രഷർ കാരണം ഞാൻ എൻഗേജ് ആകുന്നു, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ ഫ്രോയിഡിന്റെ സ്റ്റേജസ് പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ട്, ഈ ഓറൽ സ്റ്റേജിലൊക്കെ എന്തെങ്കിലും ഫിക്സേഷൻ സംഭവിച്ചാൽ മൗത്ത് ആണല്ലോ അവിടെ ഇറോജീനിയസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിക്സേഷൻ സംഭവിച്ചാൽ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ കള്ളു കുടിക്കുക, അല്ലെങ്കിൽ വേർബൽ അബ്യൂസ് പറയുക, ഇങ്ങനത്തെ ബിഹേവിയേഴ്സിലൊക്കെ നമ്മൾ എൻഗേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇത് മൂന്നുമാണ്, അല്ലെങ്കിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ പ്രകാരം ഇത്രയും റീസൺസ് കാരണമായിരിക്കാം നമുക്ക് സബ്സ്റ്റൻസ് യൂസിലേക്ക് ഏർപ്പെടുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഷാർപ്പായിട്ട് പറയാൻ പറ്റില്ല, അതായത് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി ഇങ്ങനെ സബ്സ്റ്റൻസ് യൂസ് ചെയ്താൽ അത് അഡോളസൻസിനെ ഏതൊക്കെ തരത്തിൽ എഫക്ട് ചെയ്യാമെന്ന്. ഒന്നാമത്തത് കോഗ്നിറ്റീവ് ഫങ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യാം. അതായത് കുട്ടിയുടെ സ്കോളസ്റ്റിക് പെർഫോമൻസ്, സ്കൂളില് അല്ലെങ്കിൽ കോളേജിൽ അക്കാഡമിക് പരമായിട്ട് കുട്ടി പെർഫോം ചെയ്യുന്നത് നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റീനെ എഫക്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഈ ഹൃദയം സിനിമ കണ്ടിട്ടുണ്ട്. അതില് ആ ഫസ്റ്റ് ഈ നമ്മുടെ പ്രണബ് മോഹൻലാൽ ഭയങ്കരമായിട്ട് കള്ളുമൊക്കെ കുടിച്ച് ഫുൾ ഭയങ്കര ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കാണുന്നുണ്ട്, ആൾക്ക് പഠിക്കണ്ട എഴുതണ്ട, ചുമ്മാ ലൈഫ് അടിച്ചു പൊളിച്ചിട്ട് പഠിക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് അതൊക്കെ നോക്കുമ്പോൾ ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എപ്പോഴും വൊമിറ്റ് ചെയ്യാൻ, തലവേദന, അതൊക്കെ ഈ സബ്സ്റ്റൻസ് എബ്യൂസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസിന്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാണ്. അടുത്തത് ഫിസിക്കൽ ഗ്രോത്ത്, നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ചേനെ അത് എഫക്ട് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ലിവർ സിറോസിസ് അതൊക്കെ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്നതൊക്കെ, ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സിറോസിസ് എന്നൊക്കെ പറയുന്നത് കള്ള് കുടിച്ചത് കൊണ്ടും അല്ലാതെ ജെനറ്റിക്സ് പരമായിട്ടും വരാം. പക്ഷെ കള്ള് കുടിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് നമ്മുടെ ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ പാരനോയിഡ് സ്കിസോഫ്രീനിയ ഇങ്ങനത്തെ രോഗങ്ങളിലേക്കും അത് ലീഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനായിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനത്തിനെ എഫക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ലങ്സിനെ, ലിവറിനെ, കിഡ്നി ഫെയിലിയർ, ലങ് ഫെയിലിയർ ഇതൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഈ പൊടി പോലത്തെ സാധനമാണ് ശ്വസിക്കുന്നതെങ്കിൽ അങ്ങനത്തെ സാധനമാണ് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ട്രക്ക് ചെയ്യുക, നമ്മുടെ ലങ്സിനെയായിരിക്കും അത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഹീറ്റ് ബേൺ ടൊബാക്കോ, അതായത് കത്തിച്ചിട്ട് യൂസ് ചെയ്യുന്ന സിഗരറ്റ്, ബീഡി, മരുവാന ഇതൊക്കെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അടുത്തത് ഡൈജസ്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഒരുപാട് ആൾക്കാർ മേ ബി അവർക്ക് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും അവർ പറയാ കുട്ടികൾ ഉണ്ടാവുന്നില്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും മേ ബി ആളുടെ ഈ സബ്സ്റ്റൻസ് യൂസ്, അത് മെയിൽസോ ഫീമെയിൽസോ ആവട്ടെ. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കുട്ടീനെ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത്, നമ്മളെ നാട്ടിൽ കുറവാണ് പക്ഷെ പുറത്തൊക്കെ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് ലേഡീസ് ചെറിയ തോതിൽ ആൽക്കഹോൾസ് യൂസ് ചെയ്യും, കള്ള്, ലിക്കറൊക്കെ കുടിക്കും. അത് കുടിക്കുന്ന സമയത്ത് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതായത് കുട്ടീനെ നമ്മൾ ഈ കള്ള് കുടിച്ചാലൊക്കെ കുട്ടിക്ക് ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അടുത്തത് സോഷ്യൽ റിസ്ക്, അൺപ്ലാൻ പ്രഗ്നൻസി. സോഷ്യൽ ആയിട്ട് ഇത് റിസ്ക് ചെയ്യും. ഒന്ന് അൺപ്ലാൻ പ്രഗ്നൻസി, ഞാൻ പറഞ്ഞ ഇവര് അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുവഴി പ്ലാൻ ചെയ്യാത്ത പ്രഗ്നൻസിയിലേക്ക് എത്താം. STDs, സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ആയിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ആ സ്ഥാനത്തിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്രോൾസ്, കച്ചറ, ക്രിമിനൽ റെക്കോർഡ്സ്, ഒരാളെ കുത്തുക, ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കുക. നമ്മളെ എന്റെ വീടിന്റെ ഏരിയയിൽ ഒരു തവണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആരാന്ന് അറിയില്ല, ഏതോ കൂട്ടിയിട്ട വീടിന്റെ സ്ഥലത്ത് ലോക്ക് പൊട്ടിച്ച് ഉള്ളിൽ കയറി എന്നുള്ള രീതിക്ക് ഒന്നും മോഷ്ടിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ പോലീസ് അന്വേഷിച്ച സമയത്താണ് കുറെ ആൾക്കാർ രാത്രി എപ്പോഴും കള്ളു കുടിച്ചിട്ട് അപ്പത്തെ ആ ഒരു സ്പിരിറ്റിലായിരുന്നു ചുമ്മാ ചെയ്തത്, ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ എക്കണോമിക് ഡിസ്ഫങ്ഷൻ, സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് ഇല്ലാണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു സാധനം വരുമ്പോൾ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടൊക്കെ
ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡാമേജ് ടു ക്ലോസ് ഫ്രണ്ട്ഷിപ്സ്. അപ്പോഴുള്ള ബോധമില്ലാതെ ആ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ നമ്മൾ വായിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്സിനെയൊക്കെ അത് എഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അടുത്തത്, ഇങ്ങനെ സബ്സ്റ്റൻസ് യൂസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട കൗൺസിലിംഗ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ് തിയററ്റിക്കൽ മോഡൽ ഓർ സ്റ്റേജസ് ഓഫ് ചേഞ്ച് മോഡൽ ബൈ ജെയിംസ് പ്രൊചാസ്ക ആൻഡ് കാർലോ ഡി ക്ലെമെന്റ് ആണ്. ഇതെന്ന് വെച്ചാല് ക്ലയന്റ് ഇവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിലുള്ള ആൾക്ക് നമ്മള് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ ക്ലയന്റിന് എത്രത്തോളം ആ സാധനത്തിൽ നിന്ന് മാറണം എന്ന്, ക്ലയന്റ് എത്രത്തോളം ഡിറ്റർമൈൻഡ് ആണോ അത്രത്തോളം ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ ജയസൂര്യന്റെ വെള്ളം എന്നുള്ള സിനിമ കണ്ടാലും മനസ്സിലാവും, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ സബ്സ്റ്റൻസ് ഡിസോർഡർ വന്നതിന് ശേഷം അതിന് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ക്ലയന്റിന്റെ കാര്യമില്ല. ക്ലയന്റിന് അത്രത്തോളം ഡിറ്റർമിനേഷൻ ഉണ്ട്. അതായത് ക്ലയന്റിന് അത്രത്തോളം ഡിറ്റർമിനേഷൻ ഉണ്ട്, അതായത് എനിക്ക് ഈ അസുഖത്തിൽ നിന്ന് പുറത്ത് കടക്കണം. പിന്നെ ക്ലയന്റിന് ചുറ്റുള്ള ആൾക്കാർ എത്രത്തോളം ഇതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം ഉണ്ടാവും ഇതിന്റെ എഫക്ട്. സോ ആദ്യത്തെ സ്റ്റേജ് ആണ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രീ കണ്ടംപ്ലേഷൻ. എന്താണ് ഈ സ്റ്റേജിൽ പറയുന്നത്? ഈ സ്റ്റേജിൽ അഡോളസൻസ് ആർ യൂഷ്വലി അൺഅവെയർ ഓഫ് പൊട്ടൻഷ്യൽ ഹാം ഓർ റിസ്ക് ആൻഡ് ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് സബ്സ്റ്റൻസ്. അതായത് നമ്മൾ എടുത്തു വരുന്ന ഒരു ചൈൽഡിന് മേ ബി ഇപ്പൊ പാരന്റ്സ് പിടിച്ചു, ടീച്ചേഴ്സ് പിടിച്ചു, പക്ഷെ കുട്ടിക്ക് നമ്മൾ പറയും കുട്ടിക്ക് ഒരു എഫക്റ്റും ഇല്ല, കുട്ടിക്ക് ഒരു കൂസലും ഇല്ല, കുട്ടി ഭയങ്കര കൂളായിട്ടാണ് നമ്മളെടുത്ത് വന്നതെന്ന്. മേ ബി അങ്ങനെ വരാൻ ചാൻസ്, കുട്ടീന്റെ അടുത്ത് ആൾക്കാർ ഇത് ഹാംഫുൾ ആണ് എന്ന് പറയാന്നല്ലാതെ അത് എത്രത്തോളം ആ കുട്ടീന്റെ ലൈഫിനെ, ഇപ്പോഴത്തെ ലൈഫിനെയും ഫ്യൂച്ചർ ലൈഫിനെയും എഫക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. സോ കുട്ടിക്ക് ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്തുണ്ടാവും അറിയാത്തത് കൊണ്ടാണ് വരുന്നത്. സോ അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അപ്പൊ മേ ബി ക്ലയന്റ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ആ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കാം, അതായത് നിങ്ങൾ എന്തെങ്കിലും പേടിപ്പിക്കുകയാണോ എന്ന്. നമ്മൾ പറയാം പേടിപ്പിക്കല്ല, ഇന്ന ഇതൊക്കെ ഫാക്റ്റ് ആണ്. അതായത് ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്താൽ താങ്കളുടെ ബോഡീനെ അത് ഇങ്ങനെ എഫക്ട് ചെയ്യും, താങ്കളുടെ മെന്റൽ ഹെൽത്തിനെ ഇങ്ങനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് താങ്കൾക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരുന്നത്, കുറച്ചൊന്ന് ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് നോക്കൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഈ സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു സ്റ്റേജ് ആണ് ഈ പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ റീസൺ ദാറ്റ് ദേ ഡു നോട്ട് വാണ്ട് ക്വിറ്റ് ദിയർ സബ്സ്റ്റൻസ് യൂസ്. അതായത് ഇതിന്റെ ഹാംഫുൾ എഫക്ട് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കാം അവര് അത് നിർത്താത്തത്, അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അവർക്ക് എന്താ, ഫ്രണ്ട്സിന്റെ ഇടയിൽ മാസ് പറയാനും അല്ലെങ്കിൽ ഭയങ്കര ആളാവാനും ഒക്കെ ആയിരിക്കാം. However, they may be receptive to the information provided in developing a better understanding about substance use. അതായത് നമ്മൾ തുടക്കം പറയുമ്പോൾ മേ ബി അവര് ഇതല്ലേ, ഇതെനിക്ക് അറിയാവുന്നതാ, ഇതറിഞ്ഞിട്ട് എനിക്ക് അതൊരു കുഴപ്പമില്ല, അതെന്നെ എങ്ങനെ എഫക്ട് ചെയ്താൽ ഒരു സാധനം ഒരു ഇല്ലാന്നിരിക്കും. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ കുട്ടിക്ക് ഉണ്ടാക്കിയാൽ മേ ബി ആ കുട്ടി ഒറ്റയടിക്ക് അത് നിർത്തണം എന്നില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അയ്യോ മാം എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യൂ, എനിക്ക് ഇതൊന്ന് റിക്കവർ ചെയ്യണം എന്ന് പറയുന്നുണ്ടാവില്ല. പക്ഷെ ആ കുട്ടി നല്ല രീതിയിൽ അതിന്റെ മേ ബി ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ശരിയാണോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നെന്ത് യൂസ് ഒന്ന് കുറച്ച് കുറച്ചാലോ, അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇത് യൂസ് ചെയ്യണ്ട, ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളൊരു സാധനം ആളുടെ ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ആള് അതിന്റെ കൺസെപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. മേ ബി ക്വിറ്റ് തന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. അടുത്ത സ്റ്റേജ് ആണ് കണ്ടംപ്ലേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിൽ എന്താന്ന് വെച്ചാല് ക്ലയന്റ് ഹാസ് സ്റ്റാർട്ടഡ് നോട്ടീസിങ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദിയർ സബ്സ്റ്റൻസ് യൂസ്. അതായത് നമ്മൾ ക്ലയന്റിന് ആദ്യം പറഞ്ഞു കൊടുത്തു ഇന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇത് യൂസ് ചെയ്താൽ ഉണ്ടാവാന്ന്. അപ്പൊ ക്ലയന്റ് ഓട്ടോമാറ്റിക്കലി നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, സോ ഇതുകൊണ്ടായിരുന്നു അന്ന് വന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ അത് എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാധനം ക്ലയന്റ് അത് നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ ക്ലയന്റ് വിചാരിക്കും ഓക്കെ അതിന്റെ പാറ്റേൺ, ഇത് എപ്പോഴൊക്കെയാ വരുന്നത്, എപ്പോഴൊക്കെയാ ഇതിന്റെ ഇന്റൻസിറ്റി കൂടുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നോക്കി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ക്വിറ്റ് ചെയ്യണം എന്നുള്ള ഒരു സാധനത്തിലേക്ക് വരും. അതായത് പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അതായത് നമ്മളിപ്പോ മരുന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയും പെട്ടെന്ന് ഒരു ദിവസം അവസാനിപ്പിക്കരുത്, അതിന്റെ
ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറച്ചിട്ട് വേണം എടുക്കാൻ. ബോഡി അല്ലെങ്കിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഒറ്റയടിക്ക് നിർത്തിയാൽ അത് മേ ബി ആളുടെ ഡെത്തിലേക്ക് വരെ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ്. സോ ആളപ്പം പറഞ്ഞില്ലെങ്കിലും ആൾക്കുള്ളിൽ ഓക്കെ ആളിത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇതൊന്ന് കുറയ്ക്കാം എന്നുള്ളൊരു തോട്ട് ആളിലേക്ക് പോകും. സോ ഈ പേർപ്പസിന് വേണ്ടിയിട്ട് ഹി ഓർ ഷീ മേ ബി തിങ്കിങ് ആൻഡ് വെയിങ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ സബ്സ്റ്റൻസ്. സോ ആളിത് നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആളെന്നെ ആലോചിക്കും, ഓക്കെ ഇത് യൂസ് ചെയ്താൽ എനിക്കുള്ള ബെനിഫിറ്റ്സ് എന്താ, ഇത്ര ഇന്നിന്റെ കാര്യങ്ങളാണ്, ഇത് ഒഴിവാക്കിയാൽ എനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എനിക്കുള്ള ബെനിഫിറ്റ്സ് എന്താ, അതും നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൾക്കൊരു കണ്ടംപ്ലേഷൻ ഫേസിലേക്ക് പോകും. അതായത് ആളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. അടുത്തത് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ. ഈ സ്റ്റേജ് എന്ന് വെച്ചാൽ ആള് പ്ലാൻ ചെയ്യാണ് ഇത് ക്വിറ്റ് ചെയ്യാൻ. അതായത് ഓക്കെ എനിക്ക് മനസ്സിലാവുന്നു ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ തീരുമാനിച്ചു ഇതെന്തായാലും ഞാൻ നിർത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആള് ഡിറ്റർമിൻ ചെയ്യണം, തീരുമാനിക്കാണ്. അല്ലെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൻസ് യൂസ് നിർത്താൻ വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർ ആക്കുന്ന ഫേസിനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം വരുന്ന ഫേസ് ആണ് ആക്ഷൻ ഫേസ്. ഈ ഡിറ്റർമിനേഷൻ ഫേസിൽ കൗൺസിലർ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ക്ലയന്റിന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗോൾസ്, അതായത് റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് കുറയ്ക്കുക എന്നില്ലാതെ നമ്മളെ ഗോൾസ് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ 5 ദിവസം, ഒരു 7 ദിവസം, ഒരാഴ്ച 5 ദിവസം കുടിക്കുന്ന ആളാണ് നമ്മൾ പറയും നിങ്ങൾ അതൊരു 4 ദിവസത്തിലേക്കോ 3 ദിവസത്തിലേക്കോ കുറയ്ക്കാൻ വേണ്ടി നോക്കൂ. അതാണ് നിങ്ങൾക്ക് ഇപ്പം ഇനി ഒരു വരുന്ന 3 ആഴ്ചയിലേക്കുള്ള ഗോള് എന്ന് പറഞ്ഞ് നമ്മൾ ആൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആളെങ്ങനെയാണ് ഇതാക്കുന്നത്? അപ്പൊ ആൾക്ക് നമ്മൾ പറഞ്ഞു വേണ്ടി കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മളിത് 5-ൽ നിന്ന് 3-ലേക്കോ 4-ലേക്കോ ആക്കുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ബോഡി ഇങ്ങനെയൊക്കെയാണ് റിയാക്ട് ആക്കുക, ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആൾക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അടുത്തത് നമ്മൾ ഫുൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തു. അടുത്തത് ആക്ഷൻ, നമ്മൾ ഇനി ചെയ്യാണ് വേണ്ടത്. സോ ആക്ഷൻ ഫേസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആക്ഷൻസ് ടേക്ക് ഇൻ ഓർഡർ ടു ക്വിറ്റ് ദ സബ്സ്റ്റൻസ്. എന്തൊക്കെ നിങ്ങൾ ചെയ്തു ഇത് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് ആക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസിൽ കൗൺസിലർ പ്ലേ ദ റോൾ ഓഫ് എ മീഡിയേറ്റർ ആൻഡ് ഹെൽപ്സ് ഇൻ മീഡിയേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ക്വിറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് മോട്ടിവേഷൻ. ഇവിടെ കൗൺസിലറിന് അത്ര വലിയ റോളില്ല. ഇവിടെ ഫുള്ള് ചെയ്യേണ്ടത് ക്ലയന്റ് ആണ്. അതായത് നമ്മൾ ജസ്റ്റ് ആളൊന്ന് ഡൗൺ ആവുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ചില ക്ലയൻസ്, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. ചില ക്ലയൻസ് വന്നിട്ട് ചിലപ്പോൾ പറയും ഇന്ന് ഞാൻ നല്ലോണം ചെയ്തു, പക്ഷെ എനിക്ക് അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇന്നലെ ഞാൻ നല്ലോണം ചെയ്തു, ഇന്ന് എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട മോട്ടിവേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു ഫേസിൽ അത്ര വലിയ റോളില്ല. നമ്മൾ ജസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള റോളേ ഉള്ളൂ. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് മെയിൻ്റനൻസ് ഓർ റിലാക്സ്. ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി, മെല്ലെ മെല്ലെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം മെയിൻ്റനൻസ് ഓർ റിലാക്സ് ഫേസ് ഒന്നെങ്കിൽ ഇത് 11th യൂണിറ്റ് ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, 11th യൂണിറ്റിൽ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് കവർ ചെയ്തു, പിന്നെ ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഇൻ അഡോളസൻസും കവർ ചെയ്തു കേട്ടോ. അടുത്തത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിലാപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്തു, ആ ക്വിറ്റ് ചെയ്തതിന് എത്രത്തോളം നമുക്ക് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ചില സമയത്ത് ഇത് അങ്ങനെ റിലാപ്സ് ആവാം. അതായത് ചിലപ്പോ ഒരു 3 ആഴ്ച വരെ വൃത്തിക്ക് ക്വിറ്റ് ചെയ്ത് വൃത്തിക്ക് ഇത് നിർത്തി പോകുന്ന ഒരാളായിരിക്കാം. പക്ഷെ 4ാമത്തെ ആഴ്ച ആളെ കൺട്രോൾ പോവുക, അല്ലെങ്കിൽ ആൾക്ക് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒരു പ്രഷർ വരെയോ എന്തോ ഒരു ഇതിനെതിരെ ആള് പിന്നെയും നേരെ ഹൈ രീതിയിൽ അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അതിനെ റിലാപ്സ് എന്ന് പറയും. പിന്നെയും തിരിച്ച് ആദ്യത്തെ ഫേസിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജില് കൗൺസിലർ ഹെൽപ്സ് ദ ക്ലയന്റ് ടു മെയിൻറ്റെയിൻ ദ ടാർഗറ്റഡ് ബിഹേവിയർ. ഇവിടുത്തെ ടാർഗറ്റഡ് ബിഹേവിയർ എന്താ? ആള് ക്വിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് നിർത്തണം. അതാണ് നമ്മുടെ ടാർഗറ്റഡ് ബിഹേവിയർ. അപ്പം അതിലേക്ക് ആളെ എത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതി ഇപ്പൊ ആള് ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കാന്നാണ് നമ്മുടെ റോള്. ഇൻ കേസ് ക്ലയന്റ് റിമെയിൻസ് ആബ്സെന്റ് ദെൻ ദ തെറപ്പി ഓർ കൗൺസിലിംഗ് ഇസ് ടെർമിനേറ്റഡ്. അതായത് ക്ലയന്റ് ഇപ്പം അടുത്ത സെഷനിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ഇതിന് സഹകരിക്കാതിരിക്കുക,
ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെഷൻ അല്ലെങ്കിൽ ഈ കേസ് ടെർമിനേറ്റ് ചെയ്ത് ലൈക്ക് നിർത്തും എന്നാണ് പറയുന്നത്. However, maintaining sobriety is not as easy as it seems. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിങ്ങൾ ഇന്റേൺഷിപ്പിന് ഒക്കെ പോയാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇവരെ വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചിട്ടുണ്ടല്ലോ. ചില ആൾക്കാർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും നിർത്തണമെന്ന്, പക്ഷെ വിഡ്രോവൽ സിംറ്റംസ് കാണിച്ചു അവർക്ക് ഇങ്ങനെ കുടിക്കാനോ അല്ലെങ്കിൽ വലിക്കാനോ ഒക്കെ ഉള്ള ടെൻഡൻസി ഭയങ്കര കൂടുമ്പോൾ അവരെ തന്നെ ഭയങ്കരമായിട്ട് മുറുകേൽപ്പിക്കുക, കടിക്കുക, അങ്ങനത്തെ ബിഹേവിയേഴ്സിൽ വരെ എൻഗേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് അത്രയും ഭയങ്കര പറയുന്ന അത്ര എളുപ്പം ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഭയങ്കര ക്രേവിങ്സ് വരും. അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ തീവണ്ടി സിനിമയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ആള് ടൊവിനോ എന്ന് പറയുന്നത് ആ ഒരു തുരുത്തി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ സിഗരറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ കാണിക്കുന്ന സിംറ്റംസ് അത് പക്ക വിഡ്രോൾ സിംറ്റംസ് ആവും. വൊമിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുക, ഭയങ്കര ക്രേവിങ് ആയിരിക്കും. അതായത് ഒരു എന്താ പറയാ, ഒരു 10 ദിവസം ഭക്ഷണം കിട്ടാതെ പട്ടിണിക്ക് കിടന്ന ഒരാൾക്ക് തുല്യായിരിക്കും ഇവരപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ക്രേവിംഗിലേക്ക് അതിൽ വീണ്ടും പോയിട്ട് പിന്നെയും പണ്ടത്തെ ആ ഒരു ഫേസിലേക്ക് തിരിച്ചെത്താൻ ചാൻസ് ഉണ്ട്. The primary role of the counselor in this stage is to prevent the possibility of relapse by keeping contact with the client and giving supportive sessions when needed. So നമ്മുടെ മെയിൻ ജോബ് എന്താന്ന് വെച്ചാല് ലൈക്ക് ഈ റിലാപ്സ് വരാതെ അല്ലെങ്കിൽ റിലാപ്സിനുള്ള പോസിബിലിറ്റി നമുക്കിപ്പം ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് പറയാണ് ആള് കറക്റ്റ് ആയിട്ട് സോബറിറ്റി, അതായത് ഇതൊന്നും കുടിയൊക്കെ നിർത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സോബർ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആള് പറയാണ് എനിക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, അതിനെനിക്ക് പോയേ പറ്റൂ. പക്ഷെ എന്താന്ന് വെച്ചാല് ആ ഫംഗ്ഷന് പോയി കഴിഞ്ഞാല് എല്ലാരും എന്നെ നിർബന്ധിക്കും കുടിക്കാന്നൊക്കെ പറയുമ്പോൾ ആസ് എ കൗൺസിലർ നമുക്ക് അവിടെ പോരുത് എന്ന് പറയാൻ നമുക്ക് ഒരു അവകാശമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ആളെടുത്ത് പറയാം ഇങ്ങനെ പോകുമ്പോ എന്നെ ഇതുണ്ടാവും, നിങ്ങളിപ്പോ കുടി അല്ലെങ്കിൽ വെളി നിർത്തിയിട്ടേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കേസിലേക്ക് തന്നെ എത്തും എന്നുള്ള രീതിക്ക് കറക്റ്റ് പറയാം. പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ആളുടെ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ സൈക്കോ എഡ്യൂക്കേഷൻസ് കൊടുക്കുക, ആളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഒരു ഫേസ് ഉണ്ടല്ലോ, പ്രീ കണ്ടംപ്ലേഷൻ, ഡിറ്റർമിനേഷൻ ഓർ പ്രിപ്പറേഷൻ, ആക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് റിലാപ്സ്, ഇതൊരു സൈക്കിള് പോലെയാ. ഒരു കാര്യം ബ്രേക്ക് ചെയ്താൽ പിന്നെയും അത് റിലാപ്സ് ചെയ്ത് ആദ്യത്തെ സ്റ്റേജിലേക്ക് തന്നെ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ അത് ക്ലിയർ ആണോ? കൗൺസിലിംഗ് ഇൻ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അടുത്തത് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. Any treatment starts with the screening for substance use with assessment tools like alcohol, smoking and substance involvement screening test. നമ്മൾ ഇതിന് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൽക്കഹോള്, സബ്സ്റ്റൻസ് യൂസ്, ഇതിനൊക്കെ ടെസ്റ്റ് ചെയ്യണം. അതായത് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ആളിപ്പം, എത്ര സിവിയറിറ്റി അല്ലെങ്കിൽ ആൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അത് നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാല് അതല്ല, ഒന്ന് ഞാൻ പറഞ്ഞു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. പിന്നെ പ്രിവെന്റീവ് മെഷേഴ്സ്, നമ്മൾ ഈ ഒരു ഫേസിലേക്ക് എത്തുന്നത് വരെ എങ്ങനെയൊക്കെ ആളെ ലൈക്ക് ആ ഒരു ഫേസിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങള്. അടുത്തത് നമ്മൾ പറഞ്ഞ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാം. എന്തൊക്കെയാണ് ഈ പ്രിവെന്റീവ് മെഷേഴ്സ്? ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആൾക്ക് അസർട്ടീവ്നെസ് പഠിപ്പിച്ചു കൊടുക്കാം. അതായത് അസർട്ടീവ്നെസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന് പുറത്തു പോവാൻ, ആൽക്കഹോളിന്റെ കാര്യം വേണ്ട, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന് പുറത്തു പോകാൻ താല്പര്യമില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഓക്കെ സാറില്ല നീ വന്നാൽ നല്ല രസം ഉണ്ടാവും, എനിക്ക് ശരിക്കും ആ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നുമില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് ലേറ്റ് നൈറ്റ് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ട. ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് കിട്ടി, നീ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ചാറ് കളി കളിക്കല്ലേ എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സ് പറയുമ്പോൾ നമ്മളായിരിക്കും പോവുക, അല്ലെങ്കിൽ ഒരു പറയും ഇന്നൊരു ദിവസത്തേക്കല്ലേ. സോ എങ്ങനെയാണ് നോ പറയാൻ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുക, അതൊക്കെയാണ് നമ്മൾ അസർട്ടീവ്നെസ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് നല്ല ഫുഡ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങളെ ലൈഫ് സ്റ്റൈൽ പോകേണ്ടത്, ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ പിയർ പ്രഷർ, ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഫ്രണ്ട്സ് ഇവൻ പോരാ എന്നുള്ള സാധനമൊക്കെ വരുമ്പോൾ അതിനോട് എങ്ങനെ അഡ്ജസ്റ്റ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു.
സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ സ്കൂളിൽ പോയിട്ട് എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോയിട്ട് ക്യാമ്പയിൻസ് കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അവയർനെസ് പ്രോഗ്രാം കുട്ടികളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക, ജാഗ്രത ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് എന്തിനാ? അതായത് ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരാൾ ഒരു സ്ഥാനത്തിൽ എത്തിപ്പെട്ടിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസിലേക്ക് എത്തുന്നതിന്റെ മുന്നേ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതാണ് നമുക്ക് ഏറ്റവും സുഖമായിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കാന്നാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ പറഞ്ഞ പോലെ കൗൺസിലിംഗ് വരുന്ന മിക്ക കുട്ടികളും ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് മാത്രം എത്തിപ്പെട്ടത് ആയിരിക്കാം ഈ ഒരു ഫേസിലേക്ക്. അല്ലെങ്കിൽ ഇത് ഇപ്പം നമ്മൾ ഒരുപാട് കേസ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണലുണ്ട്, പറ്റിക്കപ്പെട്ടിട്ട് എത്തിപ്പോയതായിരിക്കും, അതായത് മിഠായി ആണെന്നുള്ള രീതിയിൽ. സോ ആളെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഈ സൊസൈറ്റിയിൽ, എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ അത് നമ്മളെ എടുത്ത് വന്നേക്കാം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ടെലി ഷോസ് ഫോർ സെൻസിറ്റൈസിങ്, അതായത് സ്കൂള് കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഇപ്പം ഒരുപാട് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പരസ്യങ്ങൾ നമ്മൾ ടിവിയിലും റേഡിയോയിലും ഒക്കെ കാണുന്നുണ്ട്. അത് ഈ കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ കുട്ടികൾ മാത്രമല്ല, വലിയ ക്രൗഡുകളിൽ കാര്യങ്ങൾ പബ്ലിക് ആയിട്ട് നമ്മൾ ക്യാമ്പയിൻസ് വെക്കുക, റാലികൾ വെക്കുക. അടുത്തത്, these preventive strategies can be applied on the familial, schools and community levels with the help of various governmental as well as non-governmental agencies. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ശരിക്കും ഗവൺമെന്റ് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ. ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസീസും ഉണ്ട്. സോ നമ്മൾ ഒരു നാളൊരു കൗൺസിലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലൈക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉപരിയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പറ്റുമെങ്കിൽ ക്ലാസ്സസ് എടുത്തു കൊടുക്കുക. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ചൈൽഡ് കൗൺസിലിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആളുണ്ടായിരുന്നു. ആ ആള് പറയുന്ന ഒരു കേസ് കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര വിഷമം തോന്നും. കാരണം നമ്മളിത് നമ്മളെ നാട്ടിൽ നടക്കില്ല, അല്ലെങ്കിൽ ഇത് പോരാ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെയൊന്നും അല്ല, ഇത്ര ചെറിയ മക്കളൊന്നും ചെയ്യില്ല എന്നുള്ള വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സോ മാക്സിമം ഈ റിസോഴ്സസിനെ പറ്റിയിട്ട്, അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, പ്രൈമറി സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേജസ് എന്താണ് നമുക്കൊരു കുട്ടിക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഏറ്റവും ബെസ്റ്റ് സ്ഥലം എവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ജനറൽ നോളേജിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ കടമകളിൽ ഒന്നാണ്. സോ ദ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് മെന്റൽ ഹെൽത്ത് സർവീസ് SAMHSA launched a comprehensive program including screening, assessment, brief intervention and referral to treatment. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് മെന്റൽ ഹെൽത്ത് സർവീസസ് അഡ്മിനിസ്ട്രേഷൻ. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ? സ്ക്രീനിങ്, അസസ് ചെയ്യുക, ആൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, എത്രത്തോളം സിവിയറിറ്റി ഉണ്ട്, ആൾക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത് അവർ നോക്കുന്ന ഇന്റർവെൻഷൻ, ഏത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്, റെഫറൽ ടു ട്രീറ്റ്മെന്റ്, പാരന്റ്സ് പറഞ്ഞിട്ടാണോ വന്നിട്ടുള്ളത്, ടീച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലിനിക്കലോ കൗൺസിലിങ്ങിനോ പോയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സോ അത് നമ്മളെ അടുത്തേക്ക് റെഫർ ചെയ്തതാണോ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഗവൺമെന്റ് നടക്കുന്ന ഒരു സാധനമാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് മെന്റൽ ഹെൽത്ത് സർവീസ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന സാധനങ്ങൾ, ഈ സ്ക്രീനിങ്, അസസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അത് മനസ്സിലായോ? ടോപ്പിക് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അഡോളസൻസിലുള്ള ഡെവലപ്മെന്റൽ ചേഞ്ചസ് കാര്യങ്ങൾ, പിന്നെ ഒന്ന് സബ്സ്റ്റൻസ് യൂസ്, അത് എന്താണ്, സബ്സ്റ്റൻസ് അബ്യൂസ് എന്താണ്, അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. സോ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബിക്കോസ് ഇത് എന്റെ ഫസ്റ്റ് ഡിഗ്രി ക്ലാസ് ആണ് ആൻഡ് ഞാൻ PG എടുത്ത ഒരാളാണ്. സോ എനിക്ക് കുറച്ച് കുട്ടികളെ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോ 21-23 ആൾക്കാരുണ്ട്. സോ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാല് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ അത്രേ ഉള്ളൂ കേട്ടോ. യു ക്യാൻ ലീവ്. താങ്ക് യു. Thank you, ma'am.